നമുക്ക് നല്ലൊരു സിമ്പിൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക, സവോള, 2 പച്ചമുളക് കീറിയിട്ടത്, കറിവേപ്പില, ഉപ്പ് ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക് ഇതാണ് ഇതിനകത്ത് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അതെങ്ങനെ ചേർക്കുന്നതെന്ന് അവസാനം പറയാം കേട്ടോ. ചൂടായ പാനിലേക്ക് ഈ വെണ്ടയ്ക്കയും സവോളയും ചേർത്ത് ഇളക്കി വെച്ചേക്കുന്ന മിശ്രിതം ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യണം. വെണ്ടയ്ക്ക അതിന് വേവൊന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അതൊന്ന് തോരുന്നിടം വരെ. ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി, വറ്റൽമുളക് ഇതാണ് ഇതിനകത്ത് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അത് നടുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. അത് മൂത്തില്ല എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി പച്ച അടിക്കും. അത് കാരണം നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മൊത്തത്തിൽ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ശേഷം നന്നായിട്ട് തോരാനായിട്ട് നമ്മൾ വെക്കണം. ഇപ്പം തന്നെ നമ്മുടെ മെഴുക്കുവരട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഹെൽത്തി ആൻഡ് ടേസ്റ്റി സിമ്പിളായിട്ടൊരു മെഴുക്കുവരട്ടി.